എല്ലാവർക്കും എൻ്റെ നമസ്കാരം. आज पथनमथिट्टा का ये माहौल बता रहा है कि इस बार केरला में कमल खिलने जा रहा है. നമസ്കാരം. ശരണം വിളിച്ച് തുടക്കം. കേരളത്തിൽ BJP രണ്ടക്കം കടക്കുമെന്ന അവകാശവാദം. കേരള സർക്കാരിനും കോൺഗ്രസിനും ഒരേപോലെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പത്തനംതിട്ടയിൽ എത്തിയ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞു. LDFിൻ്റേത് കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ്. കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. പൂഞ്ഞാറിൽ വൈദികൻ ആക്രമിക്കപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടി കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർന്നുവെന്നും മോദി വിമർശിച്ചു. മോദിയുടെ സന്ദർശനങ്ങൾ BJPയുടെ വോട്ടു കൂട്ടുമോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ, BJP നേതാവ് ശ്രീ B രാധാകൃഷ്ണ മേനോൻ, കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ എന്നിവരാണ്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, തുടർച്ചയായാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ഏതാനും ദിവസങ്ങളുടെ ഇടവേളകളിൽ അദ്ദേഹം എത്തുന്നു. പക്ഷേ ഇത്തവണ എത്തുമ്പോൾ BJP അവരുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള വരവ് ആയിരുന്നു. ഇതേ വേദിയിൽ തന്നെ അദ്ദേഹം 5 വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അന്നും ശരണം വിളിയോടുകൂടി അദ്ദേഹം ആരംഭിച്ചതാണ്. അത് പക്ഷേ വിജയത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ വോട്ടാക്കി മാറ്റാൻ പത്തനംതിട്ടക്കാർ തയ്യാറായില്ല. 5 വർഷത്തിന് ശേഷം അതേ വേദിയിൽ വീണ്ടും മോദി എത്തുമ്പോൾ പത്തനംതിട്ടയിലും കേരളത്തിലും പ്രകടമായ മാറ്റം താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? അഭിലാഷ്, 5 വർഷത്തിന് ശേഷം ശരണം വിളികളോടുകൂടി പത്തനംതിട്ടയുടെ മണ്ണിൽ ഒരിക്കൽ കൂടി മോഡി എത്തുമ്പോൾ എന്താണ് പുതുമ എന്നാണ് ഇവിടെ നാം ആലോചിക്കേണ്ടത്. 5 വർഷം മുൻപുള്ള സാഹചര്യമല്ല ഇന്ന്. അന്ന് ശബരിമല വിഷയം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ശരണം വിളിക്കുണ്ടാകുന്ന അർത്ഥതലങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. എന്നാൽ ഇന്ന് ശബരിമല വിഷയം അത് നിൽക്കുന്നു, അത് മറന്നില്ല എന്ന ഓർമ്മിപ്പിക്കലാണ് ശരണം വിളിയിലൂടെ പ്രസംഗം തുടങ്ങിയ ശ്രീ നരേന്ദ്രമോദിയുടെ മനസ്സിലുണ്ടായിരുന്നത്. രണ്ടാമത്, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ എന്ത് വില കൊടുത്തും BJPയിലേക്ക് അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് ആകർഷിക്കുക എന്നതല്ലാതെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യമല്ല എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരിച്ചറിവ്, അത് രണ്ടാമത്തെ കാര്യം. അത് മാത്രമല്ല, ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ഞങ്ങൾ ഡബിൾ ഡിജിറ്റിലെത്തും എന്നാണ്. അതെ, ജനത്തെ കൊണ്ട് 400 കടക്കും ഞങ്ങൾ ചാർസൗ ഈ പ്രാവശ്യം 400 കടക്കുമെന്ന് മലയാളത്തിൽ പ്രേക്ഷകരെ കൊണ്ട്, ഈ അനുവാചകരെ കൊണ്ട് വിളിപ്പിക്കുന്ന മോദി ആ 400 കടക്കണമെങ്കിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഉൾപ്പെടെ സീറ്റുകൾ നേടിയെങ്കിലേ പറ്റൂ. അവിടെ കേരളം എക്കാലത്തും BJPക്ക് ബാലികേറ മലയായിരുന്നു. തമിഴ്നാട് ഒരു പരിധിവരെ, കാരണം തമിഴ്നാട്ടിൽ ആകെ ജയിക്കാൻ കഴിഞ്ഞത് ഒരിക്കൽ കോയമ്പത്തൂർ സീറ്റും ഒരിക്കൽ കന്യാകുമാരി സീറ്റും വിജയിച്ചു. അതും സഖ്യത്തിൻ്റെ ഭാഗമായി. ഇപ്രാവശ്യം കാര്യമായ സഖ്യമൊന്നുമില്ലാതെ 39 സീറ്റുള്ള തമിഴ്നാടിൽ മത്സരിക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. കേരളത്തിലും കാര്യമായ BDJS എന്നതല്ലാതെ മറ്റ് കാര്യമായ സഖ്യങ്ങളില്ല. BJP കൊണ്ടുവന്നത് ഏതാനും പത്മിനി തോമസിനെ പോലെ, അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെ പോലെ, അല്ലെങ്കിൽ ഏതാനും രാഷ്ട്രീയ നേതാക്കളെ, ആന്റണിയുടെ മകൻ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ കൊണ്ടുവന്നത് പോലെ അവരെ സ്ഥാനാർത്ഥിയാക്കുക കൂടി ചെയ്തുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിലേക്ക് ഒരു പാലം പണിയുന്ന ഒരു തിരക്കിലാണ് ബിഷപ്പുമാരെ കണ്ട മോദി. കഴിഞ്ഞ ഏതാനും യാത്രകൾക്ക് മുമ്പ് ഈ കലണ്ടർ വർഷം ഇത് 5ാമത്തെ യാത്രയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കഴിഞ്ഞ കലണ്ടർ വർഷമാണല്ലോ ബിഷപ്പുമാരെ കാണാനായി എറണാകുളത്ത് വന്നത്. അന്ന് കണ്ടതിന് ശേഷം നടന്ന മണിപ്പൂരിൽ നടന്ന കലാപം, അതുമായി ബന്ധപ്പെട്ട് ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് വന്ന ദീർഘമായ മൗനം, ഈ മൗനം വാചാലമായ മൗനമാണ്. ആ മൗനത്തെ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഇവിടെയാണ് 2 മണ്ഡലങ്ങൾ, തൃശ്ശൂർ മണ്ഡലവും തിരുവനന്തപുരം മണ്ഡലം സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസ്റ്റീജ് മണ്ഡലങ്ങളാണ്.
പ്രസ്റ്റീജ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരവും ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രി കൂടിയാണ്. വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ അത്രയും പ്രസ്റ്റീജ് മത്സരമാണ് എന്നെനിക്ക് കരുതാനാവില്ല. പക്ഷേ തൃശ്ശൂർ തീർച്ചയായും താരമൂല്യമുള്ള സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലം. ഇത് വിജയിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് മണ്ഡലങ്ങളും മത്സരിക്കുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കുന്നതിൽ ബി.ജെ.പി വിജയിച്ചിട്ടുണ്ട്. അവിടെ മത്സരിച്ച് ജയിക്കണമെങ്കിൽ തൃശ്ശൂർ 25% വോട്ടുള്ള ക്രൈസ്തവരുടെ പിന്തുണയുടെ ഒരു ഭാഗമെങ്കിലും ഇല്ല എങ്കിൽ ഈ 35%, 36% എന്ന ത്രഷോൾഡ് കടന്നുകൊണ്ട് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൽ സുരേഷ് ഗോപിക്ക് ജയിച്ചു കയറാനാവില്ല. അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചു കയറണമെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെയെങ്കിലും വോട്ട് തിരുവനന്തപുരത്ത് വേണം എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ട് തീർച്ചയായും ശ്രീ നരേന്ദ്രമോദി മൾട്ടിപ്പിൾ കോൺസ്റ്റിറ്റ്യുവൻസീസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. വനിതാ കോൺസ്റ്റിറ്റ്യുവൻസി ഓൾറെഡി ഒരു വനിതാ സംഗമത്തിൽ തൃശ്ശൂർ നമ്മൾ കണ്ടതാണ്. അതുപോലെ യുവസംഗമത്തിൽ കണ്ടു നരേന്ദ്രമോദിയുടെ മറ്റൊരു മുഖം. ഇപ്പോഴിതാ ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ന്യൂനപക്ഷങ്ങളുടെ നേരെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഒരു ഒലിവ് ബ്രാഞ്ച് നീട്ടുകയാണ്. പ്രത്യേകിച്ചും കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണം, മുസ്ലിംകളുടെ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു, നടന്ന ആക്രമണം ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ മനസ്സിൽ ഇടം നേടാനൊരു ശ്രമം. റബ്ബറിനുള്ള 5 രൂപ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ഓർമ്മ പോലും മാറുന്നതിന് മുമ്പ് ഒട്ടുപാലിന്റെ മണമുള്ള പത്തനംതിട്ടയിൽ ശ്രീ നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ നാനാർത്ഥങ്ങളാണ് നമ്മൾ കാണേണ്ടത്. അഭിലാഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് പുടിപ്പാറ, ഇവിടെ 2019 പ്രധാനമന്ത്രി ഇതേ മണ്ഡലത്തിൽ തന്നെ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് 2024 എത്തുമ്പോൾ അദ്ദേഹത്തിന് തന്നെ വിഷയങ്ങൾ അധികം അഭിസംബോധന ചെയ്യാൻ ഇല്ലാതെ പോകുന്നുണ്ടോ? അതാണോ ഒരു പക്ഷേ ഈ സംസ്ഥാന സർക്കാരിനെതിരെ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ സ്വർണ്ണക്കടത്ത് പോലെയുള്ള അഴിമതി ആരോപണങ്ങൾ, അതൊക്കെ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണ്. അതിനപ്പുറത്ത് കൂടുതൽ വിഷയങ്ങൾ കേരളത്തിൽ വന്ന് പറയാൻ പ്രധാനമന്ത്രിക്കടക്കം സാധിക്കാതെ പോകുന്നുണ്ടോ? അഭിലാഷിന്റെ ആ നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. സത്യത്തിൽ ഒരു ആവർത്തനം തന്നെയാണ് പത്തനംതിട്ടയിൽ കണ്ടത്. 5 വർഷം മുമ്പ് നടന്ന ആ പ്രസംഗത്തിന്റെ ഒരു ആവർത്തനം. അന്ന് ശ്രീ മോഹൻ തോമസ് വളരെ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ അന്ന് ശബരിമല വിഷയം ഇതിനേക്കാൾ കത്തി നിന്നിരുന്നൊരു കാലമാണ്. കേരളം ഘോഷയാത്രകളുടെ ആ ഒരു പരമ്പര കണ്ട് വിശ്വാസികൾ വല്ലാതെ വ്രണിത ഹൃദയരായിട്ട് ആ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞൊരു കാലഘട്ടത്തിൽ അത് പരമാവധി ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവർണാവസരമെന്ന് സാക്ഷാൽ ശ്രീധരൻ പിള്ള തന്നെ ഒരു പൊതുയോഗത്തിൽ അല്ലെങ്കിൽ പാർട്ടി യോഗത്തിൽ വിശേഷിപ്പിച്ച ആ ഒരു കാലഘട്ടത്തെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത്രത്തോളം രാഷ്ട്രീയമായിട്ട് ബി.ജെ.പിക്ക് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഹിന്ദുത്വം ഈ രാമക്ഷേത്രമൊക്കെ നിർമ്മിച്ചെങ്കിലും ശബരിമല സൃഷ്ടിച്ച പോലുള്ള ഒരു ആത്മീയ അന്തരീക്ഷം, ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷം, വിശ്വാസികളുടെ ഹൃദയത്തെ തരളിതമാക്കുന്ന വൈകാരികമായ ഒരു പരിസരം ഇന്ന് കേരളത്തിലില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. എങ്കിലും മോദി കൃത്യമായി തന്നെ അത് ഉപയോഗിക്കുന്നു. ഇന്ന് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തെ തൊട്ടുണർത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല, ഇന്നത്തെ പ്രസംഗം പരിശോധിക്കുമ്പോൾ അദ്ദേഹം വളരെ 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 ഒരു രാഷ്ട്രീയക്കാരന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറുടെ എല്ലാ ശേഷിയും പ്രകടിപ്പിക്കുന്ന, അദ്ദേഹത്തെ കേൾക്കാനിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് വല്ലാതെ തറഞ്ഞു കയറുന്ന, അവരുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന, പിടിച്ചു കുലുക്കുന്ന കാര്യങ്ങൾ. അത് വിശ്വാസപരമായിട്ടാണെങ്കിലും ശരി, വൈകാരികമായിട്ടാണെങ്കിലും ശരി, രാഷ്ട്രീയമായിട്ടാണെങ്കിലും ശരി, ദേശീയതയുടെ ആ ഒരു ചിന്ത ഇട്ടുകൊണ്ടാണെങ്കിലും ശരി, അതെല്ലാം വളരെ സമർത്ഥമായി ഏതാണ്ട് കൃത്യമായ അനുപാതത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ്, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗം തന്നെയാണ് പ്രധാനമന്ത്രി മോദി എന്ന് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ നേതാക്കൾക്ക്, ബി.ജെ.പിയുടെ നേതാക്കൾക്ക് പോലും സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രസംഗം കൂടിയായിരുന്നു അത്. തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. അത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ്. പല സ്ഥലത്തും ഇമ്പോസിബിൾ എന്ന് നമ്മൾ കരുതുന്ന പലതിനെയും സാധ്യമാക്കി തീർക്കുന്ന ഒരു ഇന്ദ്രജാലം മോദിക്കുണ്ട്. മോദി എന്ന് പറയുന്ന പ്രചാരകനുണ്ട്, മോദി എന്ന് പറയുന്ന നേതാവിനുണ്ട്. അത് നമ്മൾ എത്രയോ തവണ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കണ്ടു, പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടു.
പക്ഷെ മോദി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പുകൾക്കും നമ്മൾ സാക്ഷിയാണ്. തെലങ്കാനയിൽ ഇതുപോലെ മോദി എത്രയോ റോഡ് ഷോകൾ നടത്തി. കർണാടകത്തിൽ മോദി എത്രത്തോളം, ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം എത്രയോ റോഡ് ഷോകൾ നടത്തി. ആ റോഡ് ഷോകളൊക്കെ പരാജയപ്പെട്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അമാനുഷനല്ല. അതുപോലെ തന്നെ എല്ലാ അത്ഭുതങ്ങളും മോദി വിചാരിച്ചാൽ നടക്കുമെന്ന് കരുതാനും വയ്യ. പക്ഷെ മോദി കേരളത്തിൽ ഇന്ന് പത്തനംതിട്ടയിൽ നടത്തിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ ആ ഒരു രാഷ്ട്രീയ ചാണക്യന്റെ മാന്ത്രിക വിദ്യയാണ് അദ്ദേഹം പുറത്തെടുക്കാൻ ശ്രമിച്ചത്. അതിന് നമുക്ക് സംശയമില്ല. പക്ഷെ പത്തനംതിട്ടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്രത്തോളം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടോ? 2-3 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പത്തനംതിട്ടയിൽ മോദി വിചാരിച്ചാലും ഒരു അത്ഭുതം നടക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സാക്ഷാൽ സുരേന്ദ്രൻ തന്നെയാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. അത്രത്തോളം ഏതായാലും ആ ഒരു ഇമേജിന്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ രാഷ്ട്രീയ പരിണത പ്രജ്ഞത ഒന്നും അനിൽ ആന്റണിക്ക് അവകാശപ്പെടാനില്ല. AK ആന്റണിയുടെ മകൻ എന്നൊരു മേൽവിലാസത്തിന് അപ്പുറത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ വലിയ ഭൂതകാലമോ അല്ലെങ്കിൽ ട്രാക്ക് റെക്കോർഡോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ നേരത്തെ ശ്രീ മോഹൻ തോമസ് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട എന്ന് പറയുന്നത് ഒരു കേരളത്തിലെ ക്രൈസ്തവ മണ്ഡലങ്ങളിൽ തന്നെ പ്രത്യേകതകളുള്ള ഒരു മണ്ഡലമാണ്. കേരളത്തിൽ മറ്റേത് ക്രൈസ്തവ മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം ഈ പറയുന്ന കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്കോ അതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിന് ഭൂരിപക്ഷമുള്ള മേഖലകളാണ് മറ്റേത് മണ്ഡലം എടുത്തു നോക്കിയാൽ. പക്ഷെ പത്തനംതിട്ട എന്ന് പറയുന്നത് സകലമാന ക്രൈസ്തവ സഭകൾക്കും ഏറെക്കുറെ പ്രാതിനിധ്യമുള്ള ഒരു സഭയാണ്. ഒരുപക്ഷെ കത്തോലിക്ക സഭയേക്കാൾ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് മേധാവിത്വമുള്ള, മാർത്തോമാ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള, മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള, അതുപോലെ തന്നെ പെന്തക്കോസ്ത് സഭകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. കത്തോലിക്ക സഭയ്ക്കും ചില മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുണ്ട്. അപ്പോ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു സ്ഥലം, ഒരു വേദി എന്ന് മോദിയും തിരിച്ചറിയുന്നുണ്ട്. അതല്ലാതെ മോഹൻ തോമസ് പറഞ്ഞതുപോലെ തന്നെ BJPക്ക് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ അവരുടെ പരമ്പരാഗതമായ ഹിന്ദു വോട്ട് ബാങ്ക് ഷെയർ മാത്രം കൊണ്ട് BJPക്ക് ആ ഒരു എന്താ പറയാ അത് മുറിച്ച് കടക്കാൻ പറ്റില്ല. ആ സർക്കിൾ, ആ വിശ്വ സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു കടമ്പ ചാടി കടക്കാൻ പറ്റില്ല, തട്ടി വീഴും. അപ്പോ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് വലിയ ഒരു സ്വിങ് BJPക്ക് അനുകൂലമായി ഉണ്ടാകാതെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ അത്ര എളുപ്പമല്ല. അത് സാധ്യമാക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു തീവ്ര ശ്രമം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കലണ്ടർ വർഷത്തിൽ തന്നെ 4-5 തവണ പ്രധാനമന്ത്രി മോദി കേരളത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിലത് കരുതിയിട്ടുണ്ട്. 400 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അടുക്കാൻ കേരളത്തിൽ നിന്നും അക്കൗണ്ട് തുറന്നേ പറ്റൂ, ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന് മോദി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പത്തനംതിട്ട BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മോദിയുടെ വരവും ഇന്ന് മോദി നടത്തിയ പ്രസംഗവും തീർച്ചയായിട്ടും വലിയ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണ്. അത് സാധ്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായും ശ്രീ ജോർജ് കൂടി പറഞ്ഞ താങ്കളിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ ഈ ന്യൂനപക്ഷങ്ങളെ അടക്കം വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അത് ന്യൂനപക്ഷങ്ങൾ ഉൾക്കൊള്ളുമോ എന്നുള്ളത് സംശയമായി നിൽക്കുകയാണ്. അത് നമുക്ക് 2ാം ഘട്ടത്തിലേക്ക് വരാം. ശ്രീ ജിൻഡോ കൂടി ചേരുകയാണ്. ശ്രീ ജിൻഡോ, ഇവിടെ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനും ഡോക്ടർ മോഹൻ വർഗീസ് സാറും തമ്മിൽ സംസാരിച്ചത് തന്നെ എത്രയോ തവണയായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നു. ഈ കലണ്ടർ വർഷം ഇത് 5ാമത്തെ തവണയെന്ന് ഞങ്ങൾക്ക് എണ്ണിയെടുക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും തുടർച്ചയായി 4 തവണ അദ്ദേഹം വന്നു എന്നതിൽ തർക്കമില്ല. ഇനി തിരുവനന്തപുരത്തേക്കും പാലക്കാട്ടേക്കുമെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അദ്ദേഹം എത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ 400 എന്ന NDA ലക്ഷ്യം വയ്ക്കുന്ന നമ്പർ, 370 എന്ന് BJP അവകാശപ്പെടുന്ന നമ്പർ, അതിന് കേരളം കൂടി വേണം എന്ന ബോധ്യം BJPക്കുണ്ട്, ആ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം കൃത്യമായി ലക്ഷ്യം വയ്ക്കുമ്പോൾ നഷ്ടം ഉണ്ടാകുന്നുവെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിനായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്കറിയാം ആന്റണിയുടെ പരാമർശത്തെക്കുറിച്ച് അധികം അദ്ദേഹം ആചാരനായില്ല എന്നെനിക്ക് തോന്നുന്നു. അത് വിട്ടുപോയതാണോ എന്ന് പറയില്ല. ഒരുപക്ഷെ അതിനെ ആളിക്കത്തിക്കുന്ന തരത്തിലേക്കൊക്കെ പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തായാലും കൃത്യമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന വോട്ടുകളെ അടർത്തിയെടുക്കുവാനുള്ള നീക്കങ്ങൾ BJP നടത്തുന്നത് തന്നെയല്ലേ മോദിയുടെ വാക്കുകളിലും പ്രതിഫലിച്ചത്? അഭിലാഷ്, അതിൽ
അദ്ദേഹം ഇക്കാലങ്ങളിൽ മുഴുവൻ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന കുറേ ഗീർവാണങ്ങളിൽ അപ്പുറം അതിനപ്പുറത്ത് മാറ്റമൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇത് സ്ഥിരം പരിപാടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി നോക്കിയോ, മുൻപ് 10 വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുക, കോൺഗ്രസിലെ ഗാന്ധി കുടുംബത്തെ ആക്ഷേപിക്കുക, കേരളത്തിൽ വരുവാണെങ്കിൽ ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതൊക്കെ അറിയാവുന്ന പ്രധാനമന്ത്രി, കൃത്യമായിട്ട് അറിയാവുന്ന പ്രധാനമന്ത്രി കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് തൃശ്ശൂർ പ്രസംഗിച്ചു, ഇന്നും പ്രസംഗിക്കുന്നു. എന്നിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. ഇതേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ED അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയതാ. നാളിതുവരെ ആ ED അന്വേഷണം മുന്നോട്ട് പോയതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. SFI അന്വേഷണം വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തില്ലെങ്കിൽ ഈ കഥ പോലും നമ്മൾ പുറത്തറിയില്ല. അപ്പോൾ കേരളത്തിൽ വന്ന് നരേന്ദ്രമോദി പറയുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതാണ്. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം, അത് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. ആന്റോ ആന്റണിയുടെ പരാമർശത്തെക്കുറിച്ച് നരേന്ദ്രമോദി പരാമർശിക്കാതെ പോയത്. അത് പരാമർശിച്ചാൽ അതിനേക്കാൾ വലിയ കേരളത്തിലെ BJP നേതാക്കന്മാർ കേസ് കൊടുക്കും, മറ്റാണ് മറിച്ചാണ്, രാജ്യദ്രോഹ കുറ്റമാണെന്നൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദിക്ക് ഈ കെ സുരേന്ദ്രനേക്കാളും കുറച്ചുകൂടി ബുദ്ധിയുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പരാമർശിക്കാതെ പോയത്. ആന്റോ ആന്റണി പറഞ്ഞ കാര്യം പരാമർശിച്ചാൽ BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അന്നത്തെ കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിനെതിരെ ആയിരിക്കണം ആദ്യത്തെ കേസെടുക്കേണ്ടത്. അദ്ദേഹം ഇനിയും പലതും വിളിച്ചു പറഞ്ഞാലോ എന്ന് ഭയമുള്ളത് കൊണ്ടാണ് കേന്ദ്ര BJP നേതൃത്വം അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാതെ പോയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുൽവാമയും അതിനുശേഷം നടന്ന ബാലാക്കോട്ടിൽ ആർക്കെതിരെ ആര് നടത്തിയെന്ന് ആർക്കും അറിയാത്ത ഒരു അക്രമത്തെക്കുറിച്ചിട്ട് ഒക്കെ പറഞ്ഞ് അഭിമാനം കൊണ്ട ആളുകളാണ്, പട്ടാളത്തിന്റെ പേരിലൊക്കെ അഭിമാനം കൊണ്ട ആളുകളാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച മോഹൻ ബറി സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ കാർഗിൽ യുദ്ധവീരന്റെ ഭാര്യയെ നഗ്നയാക്കി തെരുവിലൂടെ നടത്തിയ വിഷയത്തെക്കുറിച്ചൊന്നും ഒരിക്കൽ പോലും അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ലാത്ത നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് നിന്ന് ക്രിസ്ത്യാനികൾക്ക് നേരിടുന്ന വലിയ പ്രതിസന്ധികളെ കുറിച്ചിട്ട് പറയുക. ഇതേ സംഘപരിവാർ സംഘടന അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായിട്ടുള്ള കെടുതികൾ ക്രിസ്ത്യൻ സംഘടനകളും മിഷണറിമാരും സ്ഥാപനങ്ങളും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നേരിടുന്നുണ്ട്. അതിനൊന്നും എതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എത്രയോ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു. മണിപ്പൂരിൽ പോലും 250-ലധികം പള്ളികൾ ആക്രമിക്കപ്പെട്ടു. 10,000-ഓളം ആളുകൾ പലായനം ചെയ്യപ്പെട്ടു. 100-കണക്കിന് ആളുകൾ മരണപ്പെട്ടു. അതിൽ എന്ത് നടപടിയെടുത്തു? നാളിതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി മണിപ്പൂരിലൊന്നും സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല. ഇദ്ദേഹം ഈസ്റ്ററിന് ആശംസ നേർന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കത്തോലിക്ക പുരോഹിതന്മാരെ കണ്ട് സൗഹൃദം പങ്കിട്ടത് കൊണ്ടോ ഒന്നും കത്തോലിക്കർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ഇന്ത്യയിലെ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അത് ഒരു ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകർത്താവ് എന്നുള്ളതിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് വിലയിരുത്തിക്കൊണ്ടായിരിക്കും കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ന്യൂനപക്ഷ വിഭാഗക്കാരും വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം വന്ന് ഈസ്റ്റർ നേർന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യവും ഈസ്റ്റർ ഞായർ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുഴുവൻ അത് ആഘോഷിക്കും. നരേന്ദ്രമോദി ആശംസ നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തകർക്കപ്പെട്ട പള്ളികൾക്ക് അതിന് പകരം എന്ത് ആശ്വാസം നൽകാൻ ഈ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ, ആദിവാസികൾ, ദളിത് വിഭാഗങ്ങൾ, ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ ഇടിച്ചു നടത്തുന്ന ബുൾഡോസർ രാഷ്ട്രീയം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ അദ്ദേഹം വന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ടാണ്. അനിൽ ആന്റണിയോ പത്മജ വേണുഗോപാലോ കോൺഗ്രസിൽ നിന്ന് പോയതുകൊണ്ടോ, PC ജോർജിനെ പോലുള്ള ആളുകൾ BJP ലയിച്ചത് കൊണ്ടോ, BJPക്കകത്ത് അന്തർചിത്രങ്ങൾ കൂടി എന്നുള്ളതിനേക്കാൾ അപ്പുറം മറ്റൊരു ഇമ്പാക്റ്റും കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം PC ജോർജ് ചെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ BDJS-ഉമായിട്ട് തർക്കം രൂക്ഷമായി പരസ്യ അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകുന്നു, വിഴുപ്പളകളിലേക്ക് പോകുന്നു. അനിൽ ആന്റണിയെ പോലെ, പത്മജ വേണുഗോപാലിനെ പോലെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾക്ക് അമിത പ്രാധാന്യം കിട്ടുകയും സ്ഥാനാർത്ഥിത്വം കിട്ടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് BJP-ലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ കലാപക്കൊടി ഉയർത്തുന്നു, പലരും രാജിവെക്കുന്നു, പലരെയും പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ BJP-ക്കാണ് ഇവിടെ വലിയ പേടി ഉണ്ടാകുന്നത്. 400 തികയ്ക്കുമെന്ന് മോദി പറയുമ്പോൾ ആ 400-ൽ കേരളത്തിൽ നിന്നൊന്നും കിട്ടില്ല. മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ മാത്രം മൊത്തത്തിൽ പറക്കിയാൽ പോലും 400 തികയില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ വെറുതെ ബടായി അടിക്കുന്ന, അതിനപ്പുറത്തൊരു പൊളിറ്റിക്സ് നമ്മൾ കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ 2019 സുവർണാവസരമായി BJP തന്നെ വിലയിരുത്തിയ കാര്യം നേരത്തെ ജോർജ് പൊടിപ്പാറ സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ഇലക്ഷൻ ഡെസ്ക് ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ പരിശോധിക്കുമ്പോഴടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നത് 5 ഇടങ്ങളിൽ ആണ്. അതിൽ ഒന്ന്
ഈ പറയുന്ന പത്തനംതിട്ടയാണ്. അപ്പോൾ പോലും അവിടെ NDA സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചത് 2,97,396 വോട്ടുകൾ ആണ്. പ്രധാനപ്പെട്ട ത്രികോണ മത്സരം എന്നത് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, ആറ്റിങ്ങൽ, പാലക്കാട് ഈ മണ്ഡലങ്ങളിൽ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി എത്തുമ്പോൾ ഈ വോട്ടു നിലയിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു വരാൻ, അത് തിരുവനന്തപുരത്താണ് എങ്കിലും, തൃശ്ശൂരിലാണ് എങ്കിലും, പത്തനംതിട്ടയിലാണ് എങ്കിൽ പോലും. ഇവിടെ ഇപ്പോൾ ഈ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. കേരളത്തിൻ്റെ ക്രമസമാധാന നില പാടെ തകർന്നു പോയിരിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ ഇവിടെ പൂഞ്ഞാറിൽ വൈദികന് നേരെയുണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹം വലിയ തോതിൽ ഈ പുരോഹിതർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇതിലും എത്രയോ വലിയ തോതിൽ ആക്രമണങ്ങൾ നടക്കുന്നു എന്നത് മറച്ചു വെക്കുന്നു. ഇപ്പോൾ മണിപ്പൂർ പോലെയുള്ള വിഷയം ജിൻഡോ ഇവിടെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അത്തരം വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അവിടെ ആ സംസ്ഥാനങ്ങളിൽ മൗനം പാലിക്കുകയും കേരളത്തിൽ വന്നുകൊണ്ട് പുരോഹിതർക്ക് നേരെയുണ്ടാകുന്ന ആക്രമണത്തെ അപലപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം എല്ലാം നിരീക്ഷിക്കുന്നവർ ആണ്, രാഷ്ട്രീയ സാക്ഷരത കൂടുതൽ ഉള്ള ജനതയാണ്, അതുകൊണ്ടാണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റാത്തത് എന്നതാണ്. അപ്പോൾ ഇത്തരം പ്രസംഗങ്ങൾ വോട്ടാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അതിന് സാധിക്കും പത്തനംതിട്ടയിലും അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷ്, ഒരു യുദ്ധത്തിൽ സെലക്റ്റീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ഇതാണ് വളരെ വേണ്ടത്. എല്ലാ വിവരങ്ങളും പറയുക എന്നതല്ല, മറിച്ച് കുറിക്ക് കൊള്ളുന്ന വിവരങ്ങൾ തന്ത്രപരമായി പങ്കുവയ്ക്കുന്നതിലൂടെ എതിരാളിയുടെ മനോബലം നഷ്ടപ്പെടുത്തി മാനസിക ഒരു ആധിപത്യം നേടിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് യുദ്ധം വിജയിക്കാം എന്ന ഒരു തന്ത്രത്തിൽ നിന്നുകൊണ്ടാണ് സെലക്റ്റീവായി മണിപ്പൂരിനെ കുറിച്ച് മൗനം പാലിക്കുകയും അതേസമയം പൂഞ്ഞാറിലെ കാര്യം പർവ്വതീകരിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ട്. അത് തെറ്റാണെന്ന് പറയാനാവില്ല. മഹാഭാരത യുദ്ധം മുതൽ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രം തന്നെയാണ് സെലക്റ്റീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ. അത് തീർച്ചയായും പ്രധാനമന്ത്രി എന്ന ഉജ്ജ്വല പ്രാസംഗകന്റെ ശ്രീ ജോർജ് പടിപ്പാറ സാർ പറഞ്ഞതുപോലെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്രൗഡ് പുള്ളർ അത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ആധുനിക ഭാരതം കണ്ട അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ക്രൗഡ് മാനേജ്മെന്റ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയും ഭാരതം ഈ സമീപ കാലത്ത് കണ്ടിട്ടില്ല എന്ന വാസ്തവമാണ്. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ, ഹിന്ദി ഭാഷ ഉപയോഗിച്ച് ഒരു മലയാളി ക്രൗഡിനോട്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ടയിലെ ഒരു മൾട്ടി റിലിജിയസ് ക്രൗഡിനോട് സംസാരിക്കുമ്പോൾ അവിടെ കൂടിയത് എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കൗതുകത്തിന് വന്ന ആളുകളുണ്ടാവും. അവിടെ ഹൈന്ദവരും മുസൽമാനും ക്രൈസ്തവരും എല്ലാം ഉണ്ടാവും. അവരോട് സംസാരിക്കുമ്പോൾ ആ വേദി സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിലൊരു ഇലക്ട്രിക് ഫീലാണ് അവിടെ ഉണ്ടായത്. ഇത് മുഴുവൻ വോട്ടായി മാറുമെന്ന ഒരു ധാരണയൊന്നും എനിക്കില്ല. ഇവിടെ സുരേന്ദ്രന്റെ സമയത്ത് ശ്രീ അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. 2,97,000 3 ലക്ഷത്തോളം വോട്ട് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തൊരു റെക്കോർഡാണ്. അതൊരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ശ്രീ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. സുരേന്ദ്രനോളം പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ അനിൽ ആന്റണി എന്ന് പറയാനാവില്ല. കാരണം ശ്രീ ജോർജ് പടിപ്പാറ സാർ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ എല്ലാം ഒരു പരിച്ഛേദമാണ് തിരുവല്ലായും കോഴഞ്ചേരിയും പത്തനംതിട്ടയും എല്ലാം അടങ്ങുന്ന ആ പത്തനംതിട്ട നിയോജക മണ്ഡലം, ലോക്സഭാ നിയോജക മണ്ഡലം. ആ മണ്ഡലത്തിൽ ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, പെന്തിക്കോസ്റ്റൽ വിഭാഗങ്ങൾ എന്ന് വേണ്ട, കത്തോലിക്ക, മലങ്കര കത്തോലിക്ക, RC എല്ലാ വിഭാഗങ്ങളും അവരവരുടേതായ നിർണായകമായ പോക്കറ്റുകളിൽ സ്വാധീനം ചെലുത്തുന്ന ആ മണ്ഡലത്തിൽ ഇവരെ മുഴുവൻ, ഈ വിഭാഗത്തെ മുഴുവൻ തന്നെ കയ്യിലെടുക്കാൻ തക്ക മാന്ത്രിക ദണ്ഡ് ഒന്നും തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ പക്കലില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഒരു കൗതുകം ജനറേറ്റ് ചെയ്തിരിക്കുന്നു. ശ്രീമാൻ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്ന ക്രൈസ്തവ കാൻഡിഡേറ്റിനെ, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ കാൻഡിഡേറ്റിനെ പത്തനംതിട്ടയിൽ അടക്കുമ്പോൾ അതിന്റെ പ്രയോജനം പത്തനംതിട്ടയിൽ അല്ല ലഭിക്കുന്നത്, മറിച്ച് ന്യൂനപക്ഷങ്ങളുടെ പൊതു മനസ്സിൽ ഒരു ഇടം നേടുന്നു. ഇതാ ന്യൂനപക്ഷങ്ങൾക്ക് സീറ്റ് കൊടുക്കുന്ന, കണ്ണായ സീറ്റുകൾ കൊടുക്കുന്ന, വിന്നബിലിറ്റി പോലും കൽപ്പിക്കാവുന്ന പത്തനംതിട്ട പോലെയുള്ള സീറ്റ് കൊടുക്കുമ്പോൾ ഓർക്കുക, ഈ ശോഭാ സുരേന്ദ്രൻ എന്ന വലിയ നേതാവിന് ആലപ്പുഴ പോലെ അത്ര വിന്നബിലിറ്റി ഇല്ലാത്ത സീറ്റാണ് കൊടുത്തതെന്ന് ഓർക്കുക. കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങൽ പോലെ വിന്നബിലിറ്റി ഇല്ലാത്ത സീറ്റാണ് കൊടുത്തത്. അവിടെ അത്ഭുതകരമായ നേട്ടങ്ങൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കൈവരിക്കുകയുണ്ടായി. അപ്പോൾ അത് നോക്കുമ്പോൾ
താരതമ്യേന പുതുമുഖമായ AK ആന്റണിയുടെ മകൻ മാത്രമായ BJPയിൽ ഇപ്പോൾ വന്നതുകൊണ്ട് മാത്രം നേതാവാക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് ആക്കപ്പെട്ട ശ്രീമാൻ അനിൽ ആന്റണിക്ക് ആ സീറ്റ് കൊടുക്കുമ്പോൾ അവിടെ പത്തനംതിട്ടയിലെ വിജയമല്ല, മറിച്ച് തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ വിജയമാണ് ഒരുപക്ഷെ മനസ്സിലിരിക്കുന്നത്. അവിടെയാണ് ക്രൈസ്തവ മനസ്സിലേക്കുള്ള ആ ഒരു പാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ശ്രീ മോദി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രഥമ ദൃഷ്ട്യ മണ്ഡലം കേന്ദ്രീകരിച്ച് ഇപ്പോൾ ചെന്നത് ആരൊക്കെയാണെന്ന് നോക്കുക. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി V മുരളീധരൻ കേന്ദ്രമന്ത്രി അവിടെ എത്തിയിരിക്കുന്നു. അതുപോലെ മാവേലിക്കര മണ്ഡലത്തിലെ BDJSന്റെ സ്ഥാനാർത്ഥി കലാശാല ബൈജു കലാശാല അവിടെ എത്തിയിരിക്കുന്നു. അതുപോലെ പത്തനംതിട്ട മണ്ഡലത്തിൽ സ്വാഭാവികമായി അനിൽ ആന്റണി അവിടെയുണ്ട്. അതുപോലെ PC ജോർജിന്റെ സാന്നിധ്യം, പത്മജ വേണുഗോപാലിന്റെ സാന്നിധ്യം, ഇതെല്ലാം നൽകുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാട്. ഇത് നൽകുന്ന മെസ്സേജ് എന്താ? You are all welcome to BJP. BJPയിലേക്ക് സ്വാഗതം. അവിടെ എങ്ങും സ്ഥാനം കിട്ടാതെ വരുന്നവർക്ക് BJPയിലേക്ക് സ്വാഗതം. ഇത് തന്നെയായിരുന്നു ഉത്തർപ്രദേശിൽ സംഭവിച്ചത്. എന്നാൽ ഉത്തർപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ പാർട്ടിയൊന്നും ആയിരുന്നില്ല മുൻകാലങ്ങളിൽ. അവിടെ സമാജ്വാദി പാർട്ടിയിൽ നിന്നും ബഹുജൻ സമാജ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കാലാകാലങ്ങളിലുണ്ടായ കുത്തൊഴുക്കാണ് BJPയെ ഈ നിലയിൽ നിന്ന് എത്തിച്ചത്, അജയ്യമായ നിലയിലേക്ക് ഉത്തർപ്രദേശിൽ എത്തിച്ചതെങ്കിൽ അതും ഉത്തർപ്രദേശുമായി കമ്പയർ ചെയ്യാൻ ഒക്കില്ല എങ്കിൽ പോലും സ്വാഭാവികമായി വിവിധ വിഭാഗങ്ങളിൽ, അത് കൾച്ചറൽ വിഭാഗങ്ങളാകാം, സുരേഷ് ഗോപി എന്ന സിനിമാ താരമാകാം, അതുപോലെ സാംസ്കാരിക നായകന്മാരാകാം, ആ രീതിയിലൊക്കെയുള്ള വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്രയം കൊടുക്കുന്ന, അഭയം കൊടുക്കുന്ന, റെപ്രസെന്റേഷൻ കൊടുക്കുന്ന, അസ്തിത്വം നൽകുന്ന ഒരു പാർട്ടി എന്ന പ്രതീതി ജനിപ്പിക്കുമ്പോൾ ബുദ്ധിമാന്മാരായ രാഷ്ട്രീയ പക്വതയുള്ള കേരളീയർ അതിനെ എങ്ങനെ കാണും എന്നതാണ് ഇവിടെ കാതലായ ചോദ്യം. ഞാൻ താങ്കളിലേക്ക് വരാം. BJP നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, പത്തനംതിട്ട മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ മറ്റ് അതിഥികൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിനും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അതിനിടയിൽ റബ്ബർ കർഷകർ ഉൾപ്പെടെ ഉള്ള മേഖലയാണ്, മലയോര കർഷകർ ഉൾപ്പെടെയുള്ള മേഖലയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എത്തുമ്പോൾ ഈ വിഭാഗങ്ങളെയൊക്കെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ റബ്ബർ കർഷകർ തന്നെ, കേരളത്തിലെ റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അവരുടെ വേദന LDFും UDFും കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ബജറ്റിലും 10 രൂപ ഉയർത്തിവെക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറായി. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ റബ്ബറിൻ്റെ വില കുതിച്ചുയരുകയാണ്. അപ്പോഴും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലുള്ള ചടുലമായ നീക്കങ്ങളില്ല. അപ്പോൾ പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനും ഇതിനു മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിനെ കുറ്റപ്പെടുത്താനും ഒക്കെ ഈ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ തങ്ങൾ എന്ത് ചെയ്തു എന്നുകൂടി പറയേണ്ടി വരില്ലേ BJPക്ക്? അങ്ങനെയുള്ള സംശയത്തിന് മറുപടി നൽകാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ടോ? അല്ല, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നാളിതുവരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലോക്സഭയിലേക്ക് റെപ്രസെന്റേഷൻ ഉണ്ടായിട്ടില്ല. നിയമസഭയിലും ഉണ്ടായി, നേരത്തെ ഒരിക്കൽ ഉണ്ടായി, ഒരു സീറ്റ് കിട്ടി എന്നതിനപ്പുറത്ത് പിന്നെ പഴയ വർഷങ്ങൾക്ക് മുമ്പ് NDA എന്നുള്ള നിലയിൽ PC തോമസ് ഭാഗമായി വിജയിച്ചിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നു. അതെ അതെ, അത് കഴിഞ്ഞത് വിധി അവർക്ക് അനുകൂലമായി തന്നെ വന്നു. അത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതല്ല. അപ്പൊ NDAക്ക് കേരളത്തിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ BJPക്ക് കാര്യമായ പരിഗണനയോ പ്രാതിനിധ്യമോ കേരളത്തിലെ ജനസമൂഹം നൽകാഞ്ഞിട്ട് പോലും കേരളമടക്കമുള്ള ഭാരതത്തിലെ എല്ലാ പ്രദേശത്തിനും തുല്യ പരിഗണനയിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സർക്കാർ, ആ സർക്കാരിന്റെ തലവൻ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി ഇന്ത്യ മഹാരാജ്യത്താകെ നടത്തിയിട്ടുള്ള വികസനം, അതിനപ്പുറത്ത് സാധാരണ ജനങ്ങൾക്ക് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണ്? ആഹാരം വേണം, പാർപ്പിടം വേണം, കുടിവെള്ളം വേണം. അപ്പോൾ ജലജീവൻ പദ്ധതിയിലൂടെ കുടിവെള്ളം, അതുപോലെ എല്ലാവർക്കും ആഹാരത്തിന് അരി കിട്ടുന്ന പദ്ധതികൾ, ഗോതമ്പ് കിട്ടുന്ന പദ്ധതികൾ, പാർപ്പിടം കിട്ടുന്ന പദ്ധതി, ഇങ്ങനെ അടിസ്ഥാന രാധാകൃഷ്ണ മേനോൻ, അക്കാര്യം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിൽ മാത്രം ജൽജീവൻ മിഷൻ വഴി 3.15 ലക്ഷം പേർക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു. 5 ലക്ഷം പേർക്ക് സൗജന്യ റേഷൻ, വളർത്തു മൃഗങ്ങൾക്കടക്കം വാക്സിൻ നൽകിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉയർത്തി പറയുമ്പോൾ ഇതൊക്കെ പറയാൻ കേരളത്തിലെ നേതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു. അതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റു വിഷയങ്ങൾ, ഉദാഹരണത്തിന് പുരോഹിതർ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നു.
കേരളത്തിൽ എത്ര പുരോഹിതർ ആക്രമിക്കപ്പെടുന്നുണ്ട്? ഉത്തരേന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന പുരോഹിതരുടെ എണ്ണം എത്രയാണ്? കേരളത്തിൻ്റെ ക്രമസമാധാന നില പാടെ തകർന്നു എന്ന് പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നിടത്തടക്കം വലിയ തോതിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നു. മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുന്നു. അവിടെയൊന്നും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനോ അഭിസംബോധന ചെയ്യാനോ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ താരതമ്യേന എല്ലാ സൂചികകളിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ വന്ന് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് വോട്ടർമാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളതാണ്. വോട്ടർമാർക്ക് 100% ഉൾക്കൊള്ളാൻ സാധിക്കും അഭിലാഷ്. അതായത് പത്തനംതിട്ടയിലെ ജനങ്ങളെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ പ്രധാനമായും അഭിസംബോധന ചെയ്തത് എന്ന് അത് കേട്ടവർക്കറിയാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ട് അവിടെ മത്സരിച്ചിട്ടുള്ള BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ എനിക്ക് എന്റെ നാടാണ്, പൂഞ്ഞാറുണ്ട്, അതേപോലെ ചങ്ങനാശ്ശേരി അടുത്താണ്. എനിക്ക് ഈ പ്രദേശങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച പുരോഹിതനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തല്ലേ പൂഞ്ഞാറില് ഒരു പള്ളിയിൽ കയറി വലിയ അക്രമം ഉണ്ടായില്ലേ? പക്ഷേ അതൊരു ആസൂത്രിതമായ അക്രമമായി നമുക്ക് കണക്കാക്കാൻ പറ്റുമായിരുന്നോ? അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം അതിനെ അപലപിച്ചില്ലേ? അപ്പൊ അങ്ങനെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെ അപലപിച്ചു. മണിപ്പൂർ സംഭവത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രി അപലപിച്ചത് കൊണ്ടായോ? ഇപ്പൊ നിങ്ങൾ മണിപ്പൂരിനെ നോക്കി ഇങ്ങനെ പറയുമ്പോ, അല്ലെ മറ്റു പ്രദേശത്തെ കുറിച്ച് പറയുമ്പോ എല്ലാ തരത്തിലും പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന കേരളത്തിൽ ഇതാണ് നടക്കുന്നത്. അത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിനുള്ളിൽ ഇത് നടന്നു എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് ഒരിക്കൽ കൂടി ഓർക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ആ പരാമർശം. അപ്പൊ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ പോലെയുള്ള ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ലോകത്തിന്റെ 5ാം നിരയിലേക്ക് ഭാരതത്തെ ഉയർത്തി എത്തിച്ച പ്രധാനമന്ത്രി, ഇനിയും ഒരു ബദലായി പ്രതിപക്ഷത്ത് ആരെയും കാണിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം, ഇങ്ങനെയെല്ലാം ഉള്ള വേളയിൽ അദ്ദേഹം നേരിട്ട് വന്ന് അനിൽ ആന്റണിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുമ്പോ ഇവിടെ നേരത്തെ നമ്മുടെ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ വൈവിധ്യങ്ങളുള്ള പത്തനംതിട്ട, ക്രൈസ്തവ വിഭാഗങ്ങൾ എല്ലാ വിഭാഗങ്ങളും അധിവസിക്കുന്ന പത്തനംതിട്ട, അപ്പൊ ഇതര ഹിന്ദു വിഭാഗങ്ങൾ അവർക്കും എല്ലാവർക്കും ശബരിമലയുടെ ആസ്ഥാനം, അതേപോലെ മാരാമൺ കൺവെൻഷന്റെ ആസ്ഥാനം. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ആ പാർലമെന്റ് മണ്ഡലത്തിലെ ജനസമൂഹത്തിന് ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വന്ന് ഒരു മോദി ഗ്യാരണ്ടി നൽകുകയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ആ മണ്ഡലത്തിന്റെയും കേരളത്തിന്റെയും സമഗ്ര വികസനത്തിനുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ഒരു വഴി തുറക്കാൻ അദ്ദേഹം ആ മെസ്സേജ് അവിടുത്തെ വോട്ടർമാർക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ നാട്ടിലെ വിദ്യാസമ്പന്നരായ വോട്ടർമാർ, ഈ നാട്ടിലെ കാര്യങ്ങളെ അപഗ്രഥിക്കാൻ ശേഷിയുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന കേരളീയ സമൂഹം, ആ സമൂഹത്തിൽ മധ്യ കേരളത്തിന്റെ പത്തനംതിട്ട എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പൊ ഇന്നത്തെ ദിവസം തന്നെ റബ്ബർ വിലയെ സംബന്ധിച്ച് ചെറുതായിട്ടൊരു കാര്യമാണെങ്കിൽ കൂടി ഇന്ന് കേന്ദ്ര സർക്കാർ അതിനെയും അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇന്നലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾ ഇന്നലെ വരെ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യാൻ, പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം അഭിസംബോധന ചെയ്താൽ അത് ജനങ്ങൾ തിരിച്ചറിയില്ലേ ശ്രീ രാധാകൃഷ്ണൻ? ജനങ്ങൾ തിരിച്ചറിയണം. ജനങ്ങൾക്ക് അവരാവശ്യപ്പെടുന്ന കാര്യം കൊടുക്കാൻ തയ്യാറുള്ളതാണ് ഈ സർക്കാർ. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ള BJP NDA മുന്നിൽ വെച്ചിട്ടുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ കാശ്മീരിന്റെ കാര്യത്തിൽ മുതൽ കേരളത്തിലും ഭാരതത്തിലുമുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വിഷയങ്ങളെയും അഭിസംബോധന ചെയ്ത് തീരുമാനമെടുത്ത സർക്കാർ. അങ്ങനെ തീരുമാനമെടുക്കുന്ന സർക്കാരാണ്, തീരുമാനമുള്ള സർക്കാരാണ്, ഗ്യാരണ്ടിയുള്ള സർക്കാരാണ്. ഇതാണ് ആ സർക്കാർ നൽകുന്ന സന്ദേശം. ശരി. അപ്പൊ ആ ഗ്യാരണ്ടി ഇവിടെ ഈ അദ്ദേഹം സൂചിപ്പിച്ചുവല്ലോ, കേരളത്തിൽ 2 അക്കത്തിലെത്തുന്ന വിജയം ആവശ്യമുണ്ട്, 400-ലെത്താൻ. ഇപ്പോ BJP മത്സരിക്കുന്നത് 400-ന് വേണ്ടിയാ, കോൺഗ്രസ് മത്സരിക്കുന്നത് 40-ന് വേണ്ടിയാ, CPM മത്സരിക്കുന്നത് 4-ന് വേണ്ടിയാ. ഇതാണ് ഈ വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിലെ. അപ്പൊ 4-നും 40-നും 400-നും വേണ്ടിയുള്ള മത്സരം നടക്കുമ്പോ ഈ കേരളത്തിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കണം, എവിടെ നിൽക്കണം,
അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നിരന്തരം കേരളത്തിന്റെ പല പ്രദേശത്തും എത്തിയപ്പോൾ നടത്തിയ പ്രസംഗങ്ങളിലൂടെ കേരളീയ സമൂഹത്തിന്, മലയാളി സമൂഹത്തിന് നൽകുന്ന സുപ്രധാനമായ സന്ദേശം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജിൻഡോ, ഇവിടെ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് അതിനെ ഒരു യുദ്ധമായി തന്നെ കാണണം. അവിടെ എന്ത് തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും വിജയിക്കുക എന്നതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അവിടെയാണ് ഇത്തരം സെലക്റ്റീവായ പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം കോൺഗ്രസിനെയും കൃത്യമായി കടന്ന് ആക്രമിക്കുകയാണ്. കേരളത്തിൽ അഴിമതി സർക്കാരുകൾ ആണ് മാറി മാറി വരുന്നത്, ആ രീതികൾക്ക് മാറ്റമുണ്ടാകണമെന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനം കൂടിയാണ് അദ്ദേഹം ഉയർത്തിക്കാണിച്ചത്. തമിഴ്നാട്ടിൽ 1962 ആണ് കോൺഗ്രസ് അവസാനം ജയിച്ചത് എന്ന് നരേന്ദ്രമോദി പറയുന്നു. UP, ഗുജറാത്ത്, ബംഗാൾ 4 പതിറ്റാണ്ട് മുമ്പാണ് കോൺഗ്രസ് സർക്കാരുകൾ രൂപീകരിച്ചത് എന്ന് പറയുന്നു. ഒഡീഷയിൽ 3 പതിറ്റാണ്ടായി കോൺഗ്രസിനെ കണ്ടെത്താനായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതാണ്, അതായത് ആരെയാണോ അഭിസംബോധന ചെയ്യേണ്ടത് ആ വിഭാഗത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യുക, അവരിലേക്ക് കൃത്യമായി വിഷയങ്ങൾ അവതരിപ്പിച്ച് വോട്ടാക്കി മാറ്റുക. അതിന് മോദി തന്നെ വേണം എന്ന് BJP കരുതുന്നു. മോദിയെ തന്നെ കേരളത്തിലേക്ക് എത്തിക്കുന്നു. ഇനിയും അത് തുടരുകയും ചെയ്യും. ആ നിലയിൽ BJP കൃത്യമായി മിഷണറി സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് കേരളത്തിൽ. ജിൻഡോ, അല്ല അഭിലാഷേ, അതിൽ തെറ്റൊന്നുമില്ല. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഏറ്റവും നല്ല നേതാവിനെ അവർക്ക് പ്രസന്റ് ചെയ്യാം, അവരുടെ ഏറ്റവും നല്ല ഇലക്ഷൻ സ്ട്രാറ്റജി അവർക്ക് ഉപയോഗിക്കാം. അതിനൊന്നും ആരും തടസ്സമില്ല. അത് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണല്ലോ. അത്തരം സ്വാതന്ത്ര്യങ്ങൾ തടയുക അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുക ചെയ്താൽ ഞങ്ങളും BJP തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. കോൺഗ്രസ് അത് അനുവദിക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് തമിഴ്നാട്ടിൽ തോറ്റു അല്ലെങ്കിൽ ബീഹാറിൽ തോറ്റു എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് ഇവിടെയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇന്നും BJPക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്കെതിരെ പോരാടാനായിട്ട് സകല സ്ഥലത്തും കോൺഗ്രസിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസിന് സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ പല കാലഘട്ടത്തിലും നേരിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ വാസ്തവം മറച്ചു വെച്ചിട്ട് നമ്മൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഈ നരേന്ദ്രമോദിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടായിരുന്ന കർണാടകയിൽ ഈ ലാസ്റ്റ് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചില്ലേ? എല്ലാ മെഷീനറിയും BJPയുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചല്ലോ, സർവ്വ സാമ്പത്തിക സാധ്യതകളും ഉപയോഗിച്ചല്ലോ, എല്ലാ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചല്ലോ. എന്നിട്ടും കർണാടക ജയിച്ചില്ലേ? തെലങ്കാനയിൽ ജയിച്ചില്ലേ? പല സ്ഥലത്തും കോൺഗ്രസ് തോറ്റിട്ടുണ്ട് അതിനോടൊപ്പം. പക്ഷേ ഈ എല്ലാ മെഷീനറികളെയും അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് ജയിക്കുന്ന സ്റ്റേറ്റുകളെ നമ്മൾ അതേ രീതിയിൽ തന്നെ BJP ജയിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ശോഭയോടുകൂടി അത് കാണേണ്ടതാണ്. കാരണം എല്ലാ ഏജൻസികളും എല്ലാ സംവിധാനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും BJP കൈകാര്യം ചെയ്യുന്നു, ഹൈജാക്ക് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ജയിക്കുന്ന ചെറുതെങ്കിൽ ചെറുത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതെങ്കിൽ ഒറ്റപ്പെട്ടത്, അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് ഈ രാജ്യത്തെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രതീക്ഷ അത് വലുതാണ്. ആ വലിയ പ്രതീക്ഷയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കും. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പിലും BJP നൽകിയ പ്രകടന പത്രികയിലെ ഗ്യാരണ്ടികളൊക്കെ നടത്തിയെന്ന്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞാണ് അദ്ദേഹം പറഞ്ഞ ഒരു ഗ്യാരണ്ടി. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ഈ രാജ്യത്ത് സാധാരണ പൗരന്മാർക്ക് അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? സാധാരണ പൗരന്മാരുടെ തൊഴിലില്ലായ്മ 45 വർഷത്തെ ഏറ്റവും താഴ്ന്ന തൊഴിലില്ലായ്മയിലേക്ക്, ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് പോകുമ്പോൾ, തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞോ? ഇല്ല. പ്രതിവർഷം 2 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞൊരു സർക്കാർ ആ ഗ്യാരണ്ടി പാലിച്ചില്ല. പകരം നിങ്ങൾ പറയുന്നത് ഒരു ക്ഷേത്രം പണിതു എന്നാ. നിങ്ങൾ ക്ഷേത്രം പണിയോ ആ ക്ഷേത്രത്തിലെ ആരതി ദൂരദർശനിലൂടെ പ്രതിദിനം കാണിക്കുകയോ ചെയ്യുന്നതും കൊണ്ടൊന്നും സാധാരണപ്പെട്ടവന്റെ അന്നം, അവന്റെ വിശപ്പ് മാറുന്നില്ല. ആ ആളുകളുടെ പട്ടിണി മാറിയോ? ദാരിദ്ര്യം കുറഞ്ഞോ? ഇല്ല. ഇപ്പോൾ കോവിഡിന് മുമ്പ് പ്രതിദിനം $1 സമ്പാദിക്കാൻ കഴിയാത്ത ആളുകൾ 6.5 കോടി ആളുകളായിരുന്നെങ്കിൽ കോവിഡിന് ശേഷം അത് 13.5 കോടിയായിട്ട് വർദ്ധിക്കുക. അതായത് അതിദരിദ്രരുടെ എണ്ണം ഇരട്ടിയാക്കപ്പെടുന്ന ഒരു സാഹചര്യം. നമ്മൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഒരുപാട് താഴേക്ക് പോകുന്നു നമ്മൾ കണ്ടു. അങ്ങനെ ഓരോ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലും ഇന്ത്യ താഴേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ത്യ തിളങ്ങുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഭയങ്കര സാമ്പത്തിക ശക്തിയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അവകാശപ്പെടാം. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ബേസിക് ഇഷ്യൂസ്, ഈ നാട്ടിലെ പട്ടിണിയെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങൾ ഇവിടുത്തെ തൊഴിലില്ലായ്മ അഡ്രസ്സ് ചെയ്യാൻ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അല്ലെങ്കിൽ ഇവിടുത്തെ വർഗീയ ധ്രുവീകരണങ്ങളും വർഗീയ കലാപങ്ങളും കൊലപാതകങ്ങളും ഇല്ലാതാക്കാൻ അമർച്ച ചെയ്യാൻ സാധിച്ചോ? മണിപ്പൂർ പോലെയുള്ള സംസ്ഥാനങ്ങൾ കത്തി അമരുമ്പോൾ
അതിനെ അഡ്രസ്സ് ചെയ്യാൻ, അതിനെ വരുതിയിൽ നിർത്താൻ ഈ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല. അതുപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ദളിതർ ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം എത്ര ഭയാനകമായ രീതിയിലാണ് ഇത് വർദ്ധിക്കുന്നത്. അതിന് വളമിട്ട് കൊടുക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്ന BJPയുടെ കേന്ദ്രമന്ത്രിമാരും MP-മാരും ഒക്കെ ഉണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിലെ ആദ്യത്തെ സെഷനിൽ തന്നെയല്ലേ ഡാനിഷ് അലി എന്ന് പറഞ്ഞ BSP MP-യെ ബിദുരി എന്ന് പറഞ്ഞ BJPയുടെ MP പറയുന്നത് നിങ്ങളൊരു തീവ്രവാദിയാണെന്ന്. അത്തരം വംശീയ അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തുന്നതിൽ ഒരു മടിയുമില്ല. ആ സാഹചര്യങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസമല്ലേ അനന്ത് കുമാർ എന്ന് പറഞ്ഞ കർണാടകയിലെ ഒരു MP പറയുന്നത് 400 ഞങ്ങൾക്ക് തരൂ, 400 MP-മാരെ ഞങ്ങൾക്ക് തന്നാൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം തന്നാൽ ഇന്ത്യയുടെ ഭരണഘടനയെ തിരുത്തി എഴുതുമെന്ന്. എങ്ങനെയാണ് തിരുത്തി എഴുതുന്നത്? RSS ആവശ്യപ്പെടുന്നത് പോലെ, ബെഞ്ച് ഓഫ് തോട്ട്സിൽ ആവശ്യപ്പെട്ടതുപോലെ മനുസ്മൃതിയിലേക്ക് ഇന്ത്യൻ ഭരണഘടനയെ പൊളിച്ചെഴുതും അല്ലെങ്കിൽ മാറ്റി നടും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ രാജ്യത്തെ ആളുകൾ കാണുന്നുണ്ടെന്നേ. നമ്മൾ ഈ രാജ്യത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസം കുറവുണ്ട് അല്ലെങ്കിൽ വിവരം കുറവുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. 10 വർഷത്തെ ഈ സർക്കാരിനോടുള്ള എല്ലാ വിയോജിപ്പുകളും ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞ മറ്റൊരു കാര്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില 2 രൂപ കുറച്ചു എന്ന്. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞത് കേന്ദ്ര പെട്രോളിയം കമ്പനികളാണ് ഇത് തീരുമാനിക്കുന്നത്, കേന്ദ്ര സർക്കാരിന് ഒരു ബന്ധവുമില്ല, അന്ന് പെട്രോളിയം കമ്പനികളാണ് തീരുമാനിക്കുന്നതെന്ന്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പെട്രോളിയം കമ്പനികൾ എങ്ങനെയാണ് വില കുറയ്ക്കുന്നത്? തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ 3-4 മാസം എന്താ വില കൂടാതിരിക്കുന്നത്? അപ്പോൾ പെട്രോളിയം കമ്പനികളല്ല. അതെ, അതിന്റെ കാരണം എന്താണ് അഭിലാഷ്? തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഗ്യാസിന്റെ വില 100 രൂപ കുറച്ചു. എത്ര രൂപയിൽ നിന്ന് 414 രൂപ ഒരു സിലിണ്ടർ ഗാർഹിക സിലിണ്ടറിനുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ സ്മൃതി ഇറാനിയെ പോലെയുള്ള BJPയുടെ ദേശീയ നേതാക്കന്മാർ ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ വഴിയിൽ സമരം ചെയ്ത് നമ്മൾ കണ്ടില്ലേ? പെട്രോളിന് 70 രൂപ ഉണ്ടായിരുന്നപ്പോൾ കാളവണ്ടി ഉരുട്ടിയും ബൈക്ക് തള്ളിയും ഓട്ടോറിക്ഷ കെട്ടിവലിച്ചും സമരം ചെയ്ത നേതാക്കന്മാർ കേരളത്തിലുമില്ലേ? ഇന്ന് 106 രൂപയിൽ എത്തുമ്പോൾ അവർക്ക് ഒരു പ്രതിഷേധമില്ല. ഇവർ പറഞ്ഞ ഗ്യാരണ്ടി അവിടെ പൊളിഞ്ഞു, ആ ഗ്യാരണ്ടി ഇവർ നടത്തിയില്ല. അത് മാത്രമല്ല 2 രൂപ കുറച്ച് നേട്ടമായിട്ട് പറയുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി, ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കൊള്ളയാണ്. ഇലക്ട്രൽ ബോണ്ടൊക്കെ അതിനൊക്കെ ഒരുപാട് താഴെ വരുവുള്ളൂ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പേരിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയിലെ ജനങ്ങളെ, അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു നിൽക്കുമ്പോൾ പോലും ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചത് കോടാനുകോടിയാണ്, ലക്ഷക്കണക്കിന് കോടിയാണ്. ആ പണം കൊണ്ടാണ് പല സർക്കാരുകളെയും ഇവർ വിലയ്ക്ക് വാങ്ങുന്നത്, പല നേതാക്കന്മാരെയും ഇവർ വിലയ്ക്ക് വാങ്ങുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നോട്ട് നിരോധനം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയിൽ രണ്ടാമത്തെ അഴിമതിയാണ് നോട്ട് നിരോധനം. ഒന്ന് പെട്രോളിയം നികുതി കൊള്ളയാണെങ്കിൽ, 2 നോട്ട് നിരോധനം. ഈ പണമൊക്കെ എവിടേക്കാ വരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടില്ലേ? കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇവർ നടപ്പാക്കുന്നു. അതിന്റെ പണം ആർക്കാ വന്നത് എന്നൊക്കെ നമ്മൾ ഇനിയും കാണാൻ പോകുന്നു. സത്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. SBI പോലെ ഒരു ബാങ്കിന് സത്യങ്ങൾ പുറത്തു പറയാൻ എന്തുകൊണ്ട് ഭയമുണ്ടാകുന്നു? ആരോടൊപ്പമാണ് ഇവർ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നു. അപ്പോഴാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വെറും തള്ളു മാത്രമാണ്. നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന 10 കിലോ അരി പോലും ഇന്ന് കിട്ടാത്ത സാഹചര്യമാണ് കേരളത്തിലെ റേഷൻ കടയിൽ. കാരണം ഇവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കുടുംബത്തിലെ മുഴുവൻ ആളുകളും പോയി പഞ്ചിങ് നടത്തണമെന്ന് പറഞ്ഞ് ഇന്ന് കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും പോസ്റ്റ് മെഷീൻ സ്റ്റക്കായി പോയില്ലേ? അതിന്റെ ഉത്തരവാദി കേരളവും കേന്ദ്രവും. ഇവർ തമ്മിൽ നടത്തുന്ന റൈസും ഭാരത് റൈസും തമ്മിലുള്ള മത്സരത്തിൽ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പട്ടിണി കൂടി സംഭാവന ചെയ്യാനാണ് ഇപ്പോഴും സാധിച്ചിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ജിൻഡോ പ്രകടിപ്പിക്കുന്നത്. കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പ്രചരണം ശക്തമാക്കുമെന്നാണ് ശ്രീ ജോർജ് പുടിപ്പാറ. ഇവിടെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പാണ്, ഇത്തരം അഭിപ്രായങ്ങൾ പരസ്പരം ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ഒരുപക്ഷെ ഇതിൽ ഒരു ഇടതുപക്ഷ നേതാവ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനും പറയാൻ ഏറെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ഈ NDAയുടെ വോട്ടിൽ കാര്യമായ വർധനമുണ്ടാകുമോ നരേന്ദ്രമോദിയുടെ തുടർച്ചയായ സന്ദർശനങ്ങളിലൂടെ എന്നതാണ് വിഷയം എന്നതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. 11 അല്ലെങ്കിൽ 10 സീറ്റുകൾ ഇരട്ട അക്കത്തിലേക്ക് പോകും കേരളത്തിൽ എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. താങ്കൾ ഉൾപ്പെടെ നിരീക്ഷിച്ചതാണ് ഈ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത്. അവിടെ PC ജോർജിൻ്റെ പേരടക്കം നേരത്തെ ഉയർന്നു കേട്ടതാണ്. എന്നാൽ പിന്നീട് അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതിലൂടെയും BJP എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. അത്തരം അവസരങ്ങൾ ഈ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന്, ക്രിസ്തീയ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വോട്ട് എന്നതിനപ്പുറത്തും ചില തന്ത്രങ്ങൾ ഭാവിയിലേക്ക് കൂടി കണ്ടുകൊണ്ടാണോ BJP ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നുകൂടി സംശയിക്കണമോ? തീർച്ചയായിട്ടും അഭിലാഷ് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അതായത് രാഷ്ട്രീയം ജിൻഡോയും രാധാകൃഷ്ണ മേനോനും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 2 പാർട്ടികളുടെയും രാഷ്ട്രീയം.
രണ്ടു പാർട്ടികളും പറയുന്നതിനകത്ത് ഭാഗികമായ സത്യങ്ങളുമുണ്ട്, കല്ലുവെച്ച നുണകളുമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് ഈരാറ്റുപേട്ടയിലെ ഒരു പള്ളിയിൽ ഒരു അച്ഛനെതിരെ, ഒരു വൈദികനെതിരെ ഒരു വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാര് ആക്രമണത്തിന് മുതിർന്നു എന്ന വിഷയം വലിയ കാര്യമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ദുഷ്ടലാക്കം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത് പർവ്വതീകരിച്ച് അത് രാഷ്ട്രീയത്തിലെ വലിയൊരു വിഷയമാക്കി മാറ്റുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു പ്രാർത്ഥനയിലുണ്ട് എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് സ്വയം അനുദപിക്കണം എന്നുള്ള അവരുടെ ഏറ്റവും വലിയ അനുതാപം അതാണ്. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. മണിപ്പൂര് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, യു പിയുടെ പല ഭാഗങ്ങളിൽ, അതുപോലെ തെലങ്കാനയിൽ, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഭീകരമായ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു, അവരുടെ വൈദികർ കൊല്ലപ്പെടുന്നു, കന്യാസ്ത്രീകൾ മാനഭംഗപ്പെടുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സംഘപരിവാറുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇത്തരം അക്രമങ്ങൾ തുടർച്ചയായിട്ട് അരങ്ങേറുമ്പോൾ കുറ്റകരമായ മൗനം പാലിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ മണിപ്പൂരിൽ നിന്ന് പോയിട്ട് അവിടെ ഒരു സമാധാന സന്ദേശം, ഒരു ആശ്വാസ വാക്ക് പറയാൻ, അവിടെ ഒന്ന് സന്ദർശിക്കാൻ പോലും സന്മനസ് കാണിക്കാത്ത ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഈരാറ്റുപേട്ടയിൽ ഏതാണ്ട് അവസാനിച്ചു പോയ, കേസെടുത്ത് തീർന്നു പോയ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ച് കേരളം ക്രമസമാധാന നില തകരുന്നു, അതുപോലെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ അതിഭീകരമായി ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നതിനകത്തുള്ള ആ ഉദ്ദേശശുദ്ധി ഉണ്ടല്ലോ, അത്രയും ചെറുതായി പോകരുത് നരേന്ദ്രമോദിയെ പോലുള്ള പ്രധാനമന്ത്രി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. താങ്കൾ ചോദിച്ച ചോദ്യം ഇത് ശരിയാണ്. ശ്രീ മോഹൻ വർഗീസ് നടത്തിയ നിരീക്ഷണം വളരെ കൃത്യമാണ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി മോദി ഒന്ന് ഈ പ്രചരണം നടത്തുന്നത് അവിടെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ടല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇതൊരു സൂചനയാണ്. അനിൽ ആന്റണി എന്ന് പറയുന്നത് സാക്ഷാൽ AK ആന്റണിയുടെ കേരളം കണ്ട ഏറ്റവും ആദർശധീരൻ എന്ന് നമ്മളൊക്കെ ഇപ്പോഴും കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു എന്താ പറയാ വല്ലാത്ത സ്ഥാനമുള്ള, വല്ലാത്തൊരു വൈകാരികതയുള്ള AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് വന്നപ്പോൾ ആദ്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന്, അതും വളരെ എന്താ പറയാ പ്രാധാന്യമുള്ള, BJP-ക്ക് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ഒരുപാട് ഭൈമി കാമുകരെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ BJP-ക്ക് കേന്ദ്ര നേതൃത്വവും സാക്ഷാത് പ്രധാനമന്ത്രിയും ഒക്കെ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് ഇനിയും കോൺഗ്രസിൽ നിന്ന് ഇത്തരത്തിൽ വരാൻ തയ്യാറുള്ള അച്ഛന്റെ സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ അമ്മയുടെ സ്റ്റാർ വാല്യൂ ഏതെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ള പ്രൈസ്ഡ് ക്യാച്ചസ് വന്നാൽ അവർക്ക് നല്ല അക്കോമഡേഷൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി വരൂ. അതിനകത്തിപ്പോ CPM കൊടുത്ത KV തോമസിനെ പോലുള്ളവർ ചെന്നപ്പോ CPM ചെയ്യുന്നത് അതാണ്. കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് ചെല്ലുന്നവരെല്ലാം എന്താ പറയാ പുണ്യവാളന്മാരാക്കി മാമോദിസ മുക്കി സ്ഥൈര്യലേപനം കൊടുത്ത് അവരെയെല്ലാം മലപ്പുറത്തെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാക്കുന്ന കാഴ്ച നമ്മൾ ഒത്തിരിയേറെ തവണ കണ്ടതാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഈ ചാലക്കുടിയും അല്ലെങ്കിൽ എറണാകുളവും ഒക്കെ ഒഴിച്ചിട്ടിരിക്കുന്നതും അങ്ങനെ കടന്നു വരുന്നവർക്ക് വേണ്ടിയാണോ എന്നൊക്കെ സന്ദേശമായിരിക്കും വളരെ കൃത്യമായിട്ട് BJP കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങളെ ഞങ്ങൾ ചുവപ്പ് പരവതാനി സ്വീകരിക്കും, വെഞ്ചാമരവും ആലവട്ടവും വീശി നിങ്ങളെ ഞങ്ങൾ എടുത്തുയർത്തും, നിങ്ങളെ ഞങ്ങൾ ആനപ്പുറത്തേറ്റും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് വരൂ എന്നുള്ള ആ ഒരു വലിയ ക്ഷണപത്രികയാണ്, വലിയൊരു സ്വാഗതം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ BJP കൊടുക്കുന്നത്. ഒരുപക്ഷെ പത്തനംതിട്ടയിൽ ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. പക്ഷെ ഭാവിയിലേക്കുള്ള ഈടുവയ്പ്പുകളോ നിക്ഷേപങ്ങളോ ആയിട്ടാണ്, ലോങ് ടൈം പ്ലാനിങ്ങിന്റെ ഭാഗമായി തന്നെയാണ് BJP ഇത്തരം രാഷ്ട്രീയ ചുവടുവയ്പ്പുകൾ നടത്തുന്നത്. അത് തന്നെയാണ് അതിന്റെ പ്രസക്തി. ഇമ്മീഡിയറ്റ് റിസൾട്ട് അല്ല, ലോങ് ടൈം റിസൾട്ട് ആണ്. കാരണം അവകാശമുണ്ട്, അവർ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്. കേരളം അവരുടെ ഏറ്റവും ലാസ്റ്റ് റിസോർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ലക്ഷ്യങ്ങളിൽ പെടുന്ന ഒരു സംസ്ഥാനമായിരിക്കാം. തീർച്ചയായും. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇവിടെ നേരത്തെ മനസ്സിലാക്കുന്നിടത്തോളം ഈ മോദിയുടെ കേരള സന്ദർശനം ഈ തരത്തിലായിരുന്നില്ല ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അത് മാറ്റി പത്തനംതിട്ടയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു. പത്തനംതിട്ടയിൽ ആന്റണിയുടെ മകനാണ് സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതയുണ്ട്. പത്തനംതിട്ടയ്ക്ക് പറയുന്നത് പോലെ വൈകാരികമായ ഒരു തലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഇത്തവണയും പ്രധാനമന്ത്രിക്ക് നടത്താൻ സാധിച്ചത് എന്ന് പൊതുവെ ഈ ചർച്ചയിൽ നിരീക്ഷിക്കപ്പെട്ടതാണ്. ഞാനല്ല, ഈ പാനലിൽ ഉള്ളവർ. കൂടുതൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ടായിരുന്നില്ല. പറഞ്ഞു പഴകിയ ആരോപണങ്ങൾ തന്നെ സംസ്ഥാന സർക്കാരിന് നേരെ ഉന്നയിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നു.
അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണോ പത്തനംതിട്ടയിൽ നിർത്തിയത് എന്ന സംശയം പല കോണുകളിൽ നിന്ന് നിലനിൽക്കുമ്പോൾ പോലും പത്തനംതിട്ടയിലേക്ക് വരുന്നു, അവിടെ നിന്ന് തുടങ്ങുന്നു, അവിടെ നിന്നുകൊണ്ട് ഈ ചെറിയ വിഷയങ്ങളെ ഒരു പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ പുരോഹിതൻ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് സാധിച്ചു. പൊതുസമൂഹത്തിലേക്ക് അത് പടർന്നു പിടിച്ചില്ല, ആരും അത് ചർച്ചയാക്കി മാറ്റിയില്ല. അതുപോലെ തന്നെയുള്ള മറ്റു വിഷയങ്ങൾ ഏതൊക്കെ പരിഗണിച്ചാലും അത് എവിടെയാണോ അവസാനിപ്പിക്കേണ്ടത് അത് അവസാനിപ്പിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം. പക്ഷേ അത് ഉയർത്തിക്കാണിച്ച് വോട്ടാക്കാം എന്ന തരത്തിലുള്ള ഒരു ലക്ഷ്യം BJP നടത്തിയാൽ അതൊക്കെ വിജയിക്കും എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ടോ, അതെയോ അതിനപ്പുറത്തുള്ള ഒരു ലോങ് ടേം വിഷൻ തന്നെയാണോ BJP മുന്നോട്ട് വയ്ക്കുന്നത്? അഭിലാഷ് അടക്കം പറയുന്നത് ഇപ്പോ കേരളത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് ചർച്ചയാക്കപ്പെട്ടിട്ടില്ല. എന്നല്ല, ചർച്ചയായി മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്, അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ തന്നെ സൂചിപ്പിച്ചോ, മുഖ്യമന്ത്രി അതിനെ അപലപിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് അത് എവിടെ അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. അല്ല, മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന പോലെ, അല്ലെ കേരളത്തിലെ LDF UDF തീരുമാനിക്കുന്ന പോലെ നിങ്ങൾ മാധ്യമങ്ങളും കുറെ കാലമായിട്ട് ഇങ്ങനെ ഇവിടുത്തെ പ്രശ്നങ്ങളെയൊക്കെ തീർത്തു എന്ന് പ്രചരിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഒറ്റപ്പെട്ട സംഭവം എന്ന് ഇപ്പൊ എന്റെ സുഹൃത്ത് പൊടിപ്പാറ അടക്കം സൂചിപ്പിച്ചല്ലോ. ഈ അങ്ങനെ ഒരു ഇവിടെ ഇതിനു മുമ്പ് ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായല്ലോ, നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്. അതിന്റെ അവസ്ഥ എന്താ? അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിന് എല്ലാ ജീവിതം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും അന്ന് വാവൊളിച്ച് പ്രതികരിക്കാൻ പോലും കേരളത്തിലെ മുന്നണികളോ അതല്ലെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകളോ പോലും തയ്യാറാവാതിരുന്ന ഭീതിയുടെ അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു. ആ അന്തരീക്ഷം ഇന്ന് മാറിയത് നരേന്ദ്രമോദി ഭാരതം ഭരിക്കുന്നതുകൊണ്ടാണ്. ഇന്ന് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ അതിന് ഇരയാവുന്നവർക്ക് ശേഷി ഉണ്ടാവുന്നത് പാലായിലെ ബിഷപ്പ് ഹൗസ് ആക്രമിക്കപ്പെട്ടപ്പോഴായാലും ഇതേപോലെ മറ്റ് പല മേഖലകളിലും അക്രമം ഉണ്ടാകുമ്പോഴായാലും ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നരേന്ദ്രമോദി ഈ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്നത് ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോ ഇവിടെ ഇത് സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ഈ മോദിജിയുടെ വരവിനെ ലഘൂകരിക്കുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അതവിടെ അദ്ദേഹം സൂചിപ്പിച്ചത് എന്താ? 10-ലേറെ സീറ്റുകൾ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 400-ഉം 40-ഉം 4-ഉം തമ്മിൽ മത്സരിക്കുമ്പോൾ 4-ന് വേണ്ടി മത്സരിക്കുന്നവർക്കൊപ്പം വേണോ, 40-ന് വേണ്ടി നിൽക്കുന്നവർക്കൊപ്പം വേണോ, 400 കിട്ടുന്നവർക്കൊപ്പം നിന്നുകൊണ്ട് നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കണമോ, സമൂഹത്തിന്റെ ആവശ്യതയെ അഭിമുഖീകരിക്കുവാൻ തയ്യാറുണ്ട് എന്ന മെസ്സേജ് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഓരോ വിഷയത്തിലും ഈ ഗവൺമെന്റ് നിങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാണെന്ന് മാത്രമല്ല അതിന് പരിഹാരമുണ്ടാക്കാനും തയ്യാറാണ് എന്ന കൃത്യമായ സന്ദേശം പ്രസംഗത്തിലും പ്രവൃത്തിയിലും പ്രാവർത്തികമാക്കി കാണിക്കുന്ന കേന്ദ്ര സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി തുടർച്ചയായി കേരളത്തിൽ വന്നുകൊണ്ട് നടത്തുന്ന ആ പ്രചരണത്തെ കേരളത്തിന്റെ പ്രബുദ്ധമായ സമൂഹം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. കേരളം സാക്ഷര കേരളമാണ്. ആ സാക്ഷര കേരളത്തിന്റെ ജനങ്ങളെ സംബന്ധിച്ച് അവര് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ്. നമുക്കറിയാം, പണ്ട് അടിയന്തരാവസ്ഥ രാജ്യത്ത് വന്നപ്പോ ഉടനെ വന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റവും ഉണ്ടാവാതെ അടിയന്തരാവസ്ഥയ്ക്ക് ഒപ്പം നിന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ അതിനുശേഷം കേരളം അടക്കം കാര്യങ്ങൾ മനസ്സിലാക്കി മാറുന്നതും നമ്മൾ കണ്ടു. അപ്പൊ കേരളത്തിലെ നമ്മൾ സാക്ഷരരെ എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ മാധ്യമങ്ങളിലൂടെ അതുപോലെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കാലങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്ന പ്രചരണ സാമ്രാജ്യത്വത്തിൽ അവര് നടത്തുന്ന ആ പ്രചരണത്തിൽ കുറെയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കാരണം കഴിഞ്ഞ പ്രാവശ്യം അവര് ധരിച്ചത് രാഹുൽ ഗാന്ധി ഇതാ വയനാട്ടിൽ വന്നു, അപ്പൊ കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമോ അതോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണമോ? ഈ ചോദ്യമാണ് ആന്റോ ആന്റണിക്ക് അടക്കം വിജയിക്കാനുള്ള സാഹചര്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. അപ്പൊ ഇപ്രാവശ്യം ജനങ്ങൾക്കൊക്കെ അറിയാം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് 40 സീറ്റിന് വേണ്ടിയാ. ആ 40 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കണോ, 4 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന CPM-നൊപ്പം നിൽക്കണോ? ഇതാണ് ജനങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം. അവിടെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും നാടിന്റെ വികസനത്തിനും ഈ ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന കൃത്യതയോടെയുള്ള സന്ദേശമാണ് നരേന്ദ്രമോദി പ്രസംഗത്തിലും പ്രവൃത്തിയിലും നൽകുന്നത്. അവിടെയാണ് മോദി ഗ്യാരണ്ടി എന്ന് തന്റെ അടുത്തോടെ. എന്തായാലും കേരളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി വോട്ടായി മാറുമോ എന്ന് തന്നെയാണ്
നമ്മൾ ചർച്ച ചെയ്തത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ ഒരു തരത്തിലും, അതായത് ഈ പാനലിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ അതീവ ഗൗരവത്തോടെയും അതീവ പ്രാധാന്യത്തോടെയും കൂടി തന്നെയാണ് കണ്ടത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ നിസ്സാരവൽക്കരിച്ചല്ല. ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തുടർച്ചയായി കേരളത്തിലേക്ക് എത്തുന്നത് അവിടെ BJP കൃത്യമായി കേരളത്തെ ലക്ഷ്യം വെക്കുന്നു എന്ന് തന്നെയാണ് പൊതുവെ അഭിപ്രായപ്പെട്ടത് എന്നൊന്ന് തിരുത്തിക്കൊള്ളട്ടെ. എന്തായാലും അല്ല, നിസ്സാരവൽക്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്, അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടൊന്നുമില്ല, അത് തെറ്റിദ്ധരിക്കേണ്ട. വാക്കുകളിൽ എന്തായാലും ഞങ്ങൾ ഓൺലൈൻ വഴി ചോദിച്ച ചോദ്യം മോദിയുടെ സന്ദർശനം കേരളത്തിൽ BJPക്ക് വോട്ടാകുമോ എന്നാണ്. 2 മണിക്കൂറിനിടെ 54,000 പേരാണ് വോട്ട് ചെയ്തത്. അതിൽ 56% പേർ വോട്ട് ആയി മാറും എന്ന് പറയുമ്പോൾ 42% പേർ അല്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ അഭിപ്രായ പ്രകടനത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലും ആ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.